നിങ്ങൾ സ്വർഗം കണ്ടിനാ? ഭൂമിയിലുള്ള മേഘാലയ സ്വർഗം. യാ മോനെ നോക്കേണ്ട സാധനം തന്നെ. വെൽക്കം ബാക്ക് ടു നോർത്ത് ഈസ്റ്റ് സീരീസ് പാർട്ട് 4. ഇസബലിന്റെ പൂരിയും മുട്ടവും തിന്നിട്ട് നാം ഇറങ്ങി മേഘാലയയിലെ വാരിച്ചോര കാണാനാണ് നാം ഇറങ്ങിയത്. ഒരു 2 കിലോമീറ്റർ ഓഫ് റോഡും 1 കിലോമീറ്റർ ട്രക്കിംഗ് ഉള്ളതെന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പോ മനസ്സിലായി ഇത് ഓഫ് റോഡ് അല്ല, ഇത് ഓഫ് തോടുന്നു. ഫുള്ള് ചേറും മണ്ണും. കുറച്ചു മുമ്പിലേക്ക് എത്തിയപ്പോ തന്നെ നമ്മളെ വണ്ടി സ്റ്റക്ക്. പിന്നെ രണ്ടും കളിപ്പിച്ചിട്ട് CRB അങ്ങ് ഇറങ്ങി. എങ്ങനെല്ലാം നോക്കി അപ്പുറത്തേക്ക് എത്തിയിട്ട് വാടയിൽ നിന്നും വലിയ മുസീബത്ത്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് 2.5 മണിക്കൂറായി നമ്മ ഈ വണ്ടീനെ സ്റ്റക്ക് ആയതിനെ നോക്കുക പരിപാടിയും തുടങ്ങിയിട്ട്. അവസാനം നമ്മുടെ CRBയും മായച്ചേട്ടനെല്ലാം കൂടിയിട്ട് ഊന്തി താളിട്ട് വണ്ടിനെ അങ്ങനെ കയറ്റി. നല്ല ഡ്രസ്സെല്ലാം ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് വന്നത്. ഇവിടെ ഇപ്പൊ ചേറില് ഡാൻസ് കളിച്ചോണ്ട് പാവം. നമ്മളെ കഷ്ടപ്പെട്ടിട്ട് എടുത്തോളം എത്തിച്ച 2 ആൾക്കാരാണ് നമ്മളെ ലപ്ലബ് ബായും റൂബൻ ബായും. 2 കിലോമീറ്റർ ഉള്ള ഓഫ് റോഡ് നമ്മ 3 മണിക്കൂർ എടുത്ത് എത്താൻ. ഇനി ഈ 1 കിലോമീറ്റർ ഉള്ള ട്രക്കിംഗ് എത്ര മണിക്കൂർ എടുക്കുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോഴത്തേനും ഞാനും ലാപ്ലാപ്പും നല്ല കമ്പനിയായി. 1 മണിക്കൂർ ട്രക്കിംഗ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തി. ഈ എംബാപ്പന്റെ ലുക്കിലുള്ള ചെക്കന്റെ പേരാണ് അഗപ്പ. അങ്ങനെ ആടുന്ന് ബൈക്കും കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ലാപ്ലാപ്പ് ഏതോ കുന്നിലേക്ക് കീച്ചി. ഒരു 4 മണിക്കൂറിലെ ഓഫ് റോഡും ട്രക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മ വന്നെത്തി നിന്ന സ്ഥലം. അപ്പോഴത്തേനെ ഡുംഡുംബായിന്റെ ബോട്ട് നമുക്ക് പോവാൻ വേണ്ടി റെഡി ആക്കി വെച്ചിന്. വാരിച്ചോരന്റെ ഉള്ളിലേക്ക് ബോട്ടിൽ പോയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഏതോ ഒരു സ്വർഗ ലോകത്ത് എത്തിയ ഒരു ഫീൽ. ആടെ കയറിയപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫിൽ എടുത്ത ഒരു ബെസ്റ്റ് ഡിസിഷൻ തന്നെയാണ് ഈ ട്രിപ്പിന് ഞാൻ വരും എന്നുള്ളത്. കാരണം അത്രയും വെർത്ത്ഫുൾ ഉള്ള വ്യൂ ആണ് ഇവിടെ മൊത്തം ഉള്ളത്. ഒരു വേറെ വൈബ്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലും അല്ല, ഞാൻ പറയുന്ന പോലും അല്ല. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ആക്കേണ്ട ഒരു സ്പോട്ട് തന്നെ വാരിച്ചോര. 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നപ്പോ തന്നെ ഇതൊരു വാട്ടർഫോൾ. ഇതും കടന്നു നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ട് പിന്നെയും പോവാനുണ്ട്. നമ്മളെ 2 സൈഡും വലിയ പാറന്റെ ഇടയിലൂടെ നമ്മ ഇങ്ങനെ ചെറിയ സൺലൈറ്റിൽ പോകുമ്പോൾ ഉണ്ടല്ലോ വേറെ വൈബ്. അപ്പോഴത്തേന് CRB ഡുംഡുമിന്റെ കയ്യിൽ നിന്ന് സാധനം എങ്ങനെ തൊയാൻ തുടങ്ങി. തിത്തിത്തറ തിത്തിയും പാട്ടും പാടിക്കൊണ്ട്. അപ്പോഴത്തേന് നമുക്ക് കുളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലേക്ക് എത്തി. നല്ല തണുത്ത വെള്ളത്തിൽ എല്ലാം മറന്ന് ഈ നേച്ചറിനെ ആസ്വദിച്ചോണ്ട് ഒരു കുളി. ഗൈസ്, ചത്ത് കഴിഞ്ഞിട്ട് സ്വർഗവും നർഗവും ഉണ്ടോന്നൊന്നും നമുക്ക് ആർക്കും അറിയാല. പക്ഷെ നമ്മുടെ ഭൂമിയിൽ ഇതുപോലത്തെ കുറച്ച് സ്വർഗങ്ങളുണ്ട്. നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾ എന്തെല്ലാം പ്രശ്നത്തിലാണെങ്കിലും നിങ്ങൾ കടാക്കിയിട്ടാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് സ്പോട്ടിലേക്ക് വരണം ഗൈസ്. എന്നാലേ നിങ്ങൾക്ക് ഈ സ്വർഗത്തിന്റെ മീനിങ് എന്താണെന്ന് അറിയും. അപ്പോഴത്തേന് നമ്മുടെ കഴപ്പം കൂടങ്ങ് ഓണായിട്ട് വെള്ളത്തിലേക്കുള്ള തുള്ളി ചാടി. അങ്ങനെ കുറെ നേരം അവിടെ സ്പെൻഡ് ആക്കിട്ട് നമ്മ വാരിച്ചോരക്ക് ബായെല്ലാം കൊടുത്തിട്ട് ആടുന്ന് ഇറങ്ങി. സത്യം പറഞ്ഞ ആടുന്ന് വരാനേ മനസ്സുണ്ടായിട്ട് അത്രയും കിടിലും അത്രയും ശാന്തവും അത്രയും വൈബ്. അത് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല ഗൈസ്, പറയാൻ അറിയില്ല. അങ്ങനെ നമ്മളെ ഡും ബൈക്കും ലപ് ബൈക്കും ബായെല്ലാം കൊടുത്തിട്ട് നമ്മ ആടുന്ന് ധരിച്ചു. അപ്പൊ ഇതുപോലത്തെ കുറച്ച് കിടിലം വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. സോ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.